ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, വേസ്റ്റ് വണ്ടർ പാർക്ക്. പേര് പോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ മോണുമെന്റ്സ് നമുക്കിവിടെ കാണാം. അപ്പൊ സമയങ്ങളിൽ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? അമ്മുവിന്റെ അപ്പയും ചേച്ചിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മുക്കുട്ടിയായിട്ട് നമ്മൾ ഈ വേസ്റ്റ് വണ്ടർ പാർക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് ഡൽഹിയിലെ പ്രസിദ്ധമായ വേസ്റ്റ് വണ്ടർ പാർക്കിന്റെ മെയിൻ എൻട്രൻസ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ ആണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നല്ല ഉയരത്തിലൊരു ഡൈനോസർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡൈനോസറിന്റെ മുഴുവൻ ഭാഗം എനിക്ക് കിട്ടിയില്ല. കാരണം വെച്ചാൽ ഈ മരത്തിന്റെ ചില്ലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മുഴുവനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു വലിയ സോറി പറഞ്ഞോട്ടെ, കാരണം ലോകപ്രസിദ്ധമായിട്ടുള്ള ഈ മോണുമെന്റ്സിൻ്റെ ഒക്കെ ഒരു 4-5 വീഡിയോസ് ഞാൻ തിരിച്ചാണ് റെക്കോർഡ് ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാണുന്നവരൊന്ന് ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടേക്കണേ. ഇതുവരെ വീഡിയോയിൽ കണ്ടതിൽ വെച്ചിട്ട് ഏതൊക്കെ മോണുമെന്റ്സിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് കമന്റ് ചെയ്ത് അറിയിച്ചേക്കണേ. ആഹാ, ധാര നിൽക്കുന്നതെന്ന് കണ്ടോ? ക്രൈസ്റ്റ് റെഡിമറിന്റെ സ്റ്റാച്ചു ആണിത്. പഴയ സ്ക്രാപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ആഹാ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മിനി താജ്മഹലാണ്. ഞാൻ ശരിക്കും ഒറിജിനൽ ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല. ഇത് കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് സ്ക്രാപ്പ് മെറ്റീരിയൽ വെച്ച് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത് നോക്കിയേ, റോമിലെ പ്രശസ്തമായ കൊളോസിയത്തിന്റെ മിനിയേച്ചർ മോഡലാണിത്. കാരണം എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും പഴയ ഇരുമ്പും മറ്റ് സ്ക്രാപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മോഡലാണിത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ലോക അത്ഭുതങ്ങളുടെ മനോഹരമായ പകർപ്പുകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നോക്കിക്കേ, വളരെ കൗതുകം നിറഞ്ഞ ഡൈനോസർ സോണിലേക്കാണ്. ഈ സ്റ്റെപ്സ് ഒക്കെ നോട്ട് ചെയ്തേക്കണേ. ഇവിടെ വന്നിട്ട് ആദ്യം കണ്ട ഡൈനോസർ ആണ് ഇത്. ടീറെക്സ് എന്ന ലോക പ്രസിദ്ധമായിട്ടൊരു ഡൈനോസറിന്റെ മാതൃകയാണിത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സ്റ്റെപ്പുകളുടെ കാര്യം. ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ നോക്കിക്കേ. സാധാരണ സ്റ്റെപ്പുകൾക്ക് വരെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പഴയ ടയറുകളാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ ടയറുകൾ കൊണ്ടാണ് ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഓരോ ഡൈനോസറിന്റെ അടുത്തും അതുങ്ങളുടെ സൗണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് കുട്ടികൾക്ക് പേടിപ്പെടുത്തുന്നതും അല്ലാതെ കൗതുകം നിറഞ്ഞായിട്ടുള്ള അങ്ങനെ പല പല സൗണ്ടുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ചറപറ വെറൈറ്റി ഓഫ് ഡൈനോസേഴ്സ് ആയിരുന്നു കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ളത്. ഓരോന്നിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അതുകൾ അലറുന്നതിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ചിലതിൻ്റെ ഒക്കെ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. ഇതാ അടുത്തത് നോക്കിയേ, കുറേ മുട്ടയായിട്ട് ഒരു വലിയ ഡൈനോസർ നിൽക്കുന്ന കണ്ടോ. മുട്ട മാത്രമല്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മുട്ട വിരിഞ്ഞിട്ടിറങ്ങിയ 2-3 കുഞ്ഞുങ്ങളെയും കാണാവേ.